കോട്ടയം മെഡിക്കൽ കോളേജ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ യുവജന സംഘടനകൾ നടത്തിയ സംസ്ഥാന വ്യാപക സമര പരമ്പര ഇന്നും തെരുവു യുദ്ധമായി. മിക്കയിടത്തും പ്രതിഷേധ മാർച്ചുകൾ സംഘർഷത്തിലും ലാത്തിചാർജിലും കലാശിച്ചു. ജില്ലാ കേന്ദ്രങ്ങളിൽ DMO ഓഫീസുകളിലേക്കാണ് യൂത്ത് കോൺഗ്രസ് BJP പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിലും സംഘർഷമുണ്ടായി. മന്ത്രി VN വാസവനെ വഴിയിൽ തടയാനും ശ്രമം നടന്നു. തിരുവനന്തപുരത്തെ ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കുള്ള യൂത്ത് കോൺഗ്രസ് മാർച്ച് പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. പോലീസ് പലവട്ടം ജലപീരങ്കി പ്രയോഗിച്ചു, ലാത്തി വീശി. പാലക്കാട് യൂത്ത് കോൺഗ്രസ് മാർച്ച് അക്ഷരാർത്ഥത്തിൽ തെരുവ് യുദ്ധമായി. സിവിൽ സ്റ്റേഷന്റെ മതിൽ ചാടിക്കടന്ന പ്രവർത്തകർ പ്രതിഷേധിച്ചു. പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമത്തിനിടെ പോലീസ് ബസിന് മുകളിൽ കയറിയും പ്രവർത്തകർ പ്രതിഷേധിച്ചു. പോലീസ് ലാത്തി വീശി. ഇതിനു പിന്നാലെ പ്രവർത്തകരെ മർദ്ദിച്ചുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ മാർച്ചും നടത്തി. പാലക്കാട് BJP പ്രവർത്തകർ DMO ഓഫീസ് മാർച്ചിനെത്തിയത് പ്രതീകാത്മക ശവമഞ്ചവും വഹിച്ചായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും BJP പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. വയനാട് DMO ഓഫീസിലേക്ക് പ്രകടനമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഓഫീസിന് മുന്നിൽ റീത്ത് സമർപ്പിച്ചു. കണ്ണൂർ DMO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലും സംഘർഷവും ജലപീരങ്കി പ്രയോഗവും ഉണ്ടായി. അങ്കമാലിയിൽ മന്ത്രി VN വാസവന് നേരെ യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി പ്രതിഷേധം നടത്തി. വാഹനം തടഞ്ഞു നിർത്തിയവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ടയിലുള്ള വീട്ടിലേക്കുള്ള BJP മാർച്ച് പോലീസ് തടഞ്ഞതോടെ സംഘർഷമുണ്ടായി. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.